അയാളാണെങ്കിൽ അടുത്ത ആഴ്ച ദുബായിക്ക് പോവുക. അതിനു മുമ്പ് രണ്ടുപേരും കൂടെ വിളിച്ച് ഒരു ഊണ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കൂട്ടുകാരെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ ക്ഷണിച്ചു വരുത്തിയാൽ അവരെ വേണ്ട പോലെ സൽക്കരിക്കാൻ അമ്മ വിഷമിക്കണ്ട. വേണ്ടതെല്ലാം ഞങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇറച്ചിയും മീനും പ്ലാസ്റ്റിക് കൂട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടൊന്ന് വെച്ചാ മതിയോ മോളെ? അതൊക്കെ ഒന്ന് പാചകം ചെയ്ത് കൊടുക്കണ്ടേ? ഇന്നലെ മുതലാണ് പൈപ്പിൽ വെള്ളവുമില്ല. ഞാൻ ഒറ്റയ്ക്ക്. അമ്മ വിചാരിച്ച നടക്കും. അച്ഛനുള്ള കാലത്ത് 8-10 പേർക്ക് അമ്മ ദിവസവും സദ്യ ഒരുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. അതൊക്കെ അന്ന്. ഇന്ന് അമ്മയ്ക്ക് വയ്യ മോനെ. എന്തൊക്കെയായാലും ഇക്കാര്യത്തിൽ അമ്മയൊന്ന് സഹായിച്ചേ പറ്റൂ. എന്റെ കൂട്ടുകാരാണെങ്കിൽ പോട്ടെ, ഇത് വാസന്തിയുടെ കൂട്ടുകാരാ. ക്ഷണിച്ചും പോയി. വാസന്തിയുടെ അന്തസ് നമ്മൾ നോക്കണ്ടേ അമ്മേ? ആ, ഉപേക്ഷിക്കാൻ വയ്യാത്തൊരു കാര്യമായി പോയില്ലേ. അമ്മ എല്ലാം ചെയ്തു തരാം മോനെ. ശരി അമ്മേ. ചുരുക്കി പറഞ്ഞാൽ നിനക്ക് നല്ലൊരു ജോലിക്കാരി പെണ്ണിനെ കൊടുത്തരാൻ പറ്റില്ല അല്ലേ? എന്നില്ല, ഞാൻ പലയിടത്തും ജോലിക്കാരികളെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് എന്തോന്നൊരു പക്ഷേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാറിനൊരു കല്യാണം കഴിച്ചൂടെ? കല്യാണോ? നടപ്പുള്ള കാര്യാണോ? പിന്നെ പറ്റിയ ഒരുത്തെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അവള് സമ്മതിച്ചോ? പെണ്ണിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. സാറിന് സമ്മതമാണോ? എന്തോ പ്രായം വരും. പ്രായമൊക്കെ കണക്കാ. എന്നാലും ഒരു ഉദ്ദേശം. പ്രായത്തിന്റെ കാര്യത്തിൽ സാറ് വിഷമിക്കണ്ട, കാണാനും കൊള്ളാം. എങ്കിൽ പിന്നെ നമുക്ക് നടത്തിക്കളയാം. ഏതാ പെണ്ണ്? പെണ്ണ് ഞാൻ തന്നെയാ. നീയോ? അതെ, സാറിനെ ഞാൻ സഹിച്ചാ മതിയല്ലോ. കൊണ്ടുവന്ന് നിർത്തുന്ന പെൺപിള്ളേർക്ക് വീട്ടുജോലിയെങ്കിലും ചെയ്ത് ജീവിക്കാമല്ലോ. നീ എന്നൊന്ന് വാരിയതാണല്ലേ. നിന്നെ ഞാൻ എടുത്തോളാം. ഇപ്പൊ തന്നെ എടുത്തോന്നാ പറഞ്ഞത്. കൂട്ടത്തിൽ പോരട്ടെ? എടി 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 ആട്ടെ കടിച്ച് മാട്ടെ കടിച്ച് എന്തപ്പനാടത്തെ പിടിച്ച് കടിക്കരുത് കേട്ടോ. അയ്യാ, രണ്ടുപേർക്കും രണ്ടിടത്തായിരുന്നു ജോലി. അതുകൊണ്ട് സൗകര്യം കിട്ടിയിട്ട് കല്യാണം മതി എന്ന് വിചാരിച്ച് കാത്തിരുന്നു. അതാ ഇത്ര വൈകിയത്. നിങ്ങളുടെ കാര്യം ഇതുപോലെ തന്നെ ആയിരുന്നില്ലേ? ഏയ്, ഞങ്ങൾ വേണ്ടപ്പെട്ടത് അനുവാദത്തിന് വേണ്ടി കാത്തു നിന്നതാ. അത് കിട്ടാൻ കുറെ നാളെ പിടിച്ചു. ഇവളുടെ അച്ഛൻ. മതി മതി, ഇനി നമുക്ക് ഊണ് കഴിഞ്ഞ് സംസാരിക്കാം. നേരാ, നല്ലപോലെ വിശക്കുന്നുണ്ട്. നിങ്ങൾ സംസാരിച്ചേ, ഞാൻ നോക്കിട്ട് വരാം. അച്ഛനില്ലേ ഇവിടെ? അകത്തുണ്ട്. അമ്മ എവിടെ പോയി? അമ്മേ, 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 അവർക്ക് ഊണ് കൊടുക്കണ്ടേ? എല്ലാ അടുക്കളയും മൂടി വെച്ചിട്ടുണ്ട്. പക്ഷെ അമ്മ ഇവിടെ കിടന്നാലോ? എനിക്ക് തല കറങ്ങിയിട്ടാ മോനെ. എണ്ണീറ്റ് താഴെ വീഴും. നിങ്ങൾക്കതൊന്ന് എടുത്തു കൊടുത്തുകൂടെ? തീരെ വയ്യ അല്ലേ? നിങ്ങളൊക്കെ വെജിറ്റേറിയൻ ആണല്ലേ? ഏയ്, മീനും ഇറച്ചിയില്ലാതെ എനിക്ക് ചോറിറങ്ങുകയില്ല. ഇവിടുത്തെ വീട്ടുജോലിക്കാരിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ടാ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എനിക്ക് വെജിറ്റേറിയനാ ഇഷ്ടം. വളരെ ശരിയാ. വയറിന് സുഖം എപ്പോഴും പച്ചക്കറി ശാപ്പാട് തന്നെയാ. ഇച്ചിരി ഉണക്കമീൻ ചുട്ടുകൂടെ ഉണ്ടെങ്കിൽ പരമസുഖം. വാസിന്റെ ഊണ് മതിയാക്കിയോ? ഞങ്ങൾ ഏതായാലും വിശപ്പ് തീർന്നിട്ടേ നിർത്തുന്നുള്ളൂ. നേരാ, കറികൾ കുറഞ്ഞു പോയെന്ന് വെച്ച് ഉണ്ണാതിരിക്കാനൊക്കുവോ? പണ്ട് പട്ടിണി കിടന്ന കാലത്ത് കഞ്ഞിക്കമ്മ ഉപ്പും മുളകും ഞെരടി തരുമായിരുന്നു. അതിന്റെ സ്വാദൊന്ന് വേറെ തന്നെയാ. സ്റ്റാർട്ടാകുന്നില്ലല്ലോ. സാരമില്ലെന്നേ, ഞങ്ങൾ നടന്നു പോയിക്കോളാം. ഇപ്പൊ സ്റ്റാർട്ടാവും. കുഴപ്പമില്ലെന്നേ. ഊണ് കഴിഞ്ഞ അപ്പൊ നടക്കുന്നത് നല്ലതാ. വാ. വരട്ടെ വാസന്തി. നളിനി ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരണം. വരാം വരാം. സേതുമാധവാ, എനിക്കോ ഇവനോ ആർക്കാ മൂപ്പ് കൂടുതൽ? മേലാൽ ഇനി കുന്തയും മുറ്റത്ത് കണ്ടുപോരുത്. കണ്ടാ ഞാൻ കത്തിച്ചു കളയും.
അത് പ്ലഗ് സ്പാർക്ക് ആകാത്ത മണ്ണാൻ കേട്ട നിങ്ങളുടെ ഒരു പ്ലഗ്. അതെ, വഴക്ക് വേണ്ട, വഴക്ക് വേണ്ട. വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ചുകൊണ്ട് വന്ന് ഇവനെ തള്ളിച്ചു കൊണ്ടുപോയി ഇന്ന് തന്നെ ഇരുമ്പ് വിലയ്ക്ക് വിൽക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നിട്ട് നിനക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ അത്യാവശ്യത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കാശിന് അച്ഛൻ്റെ സൈക്കിൾ വാങ്ങിച്ചു തരാം. അപ്പൊ പിന്നെ സ്റ്റാർട്ട് ആകുന്നില്ല ഇത് പേടിക്കേണ്ട പ്രശ്നം ഉദിക്കുന്നില്ല. എന്താ സേതുവിന്റെ അഭിപ്രായം? ഒരഭിപ്രായം ഇല്ലേ? എന്നാ പോയിക്കോ. എടാ മോനെ, ഏത് സ്റ്റാർട്ട് ആകാത്തതും ഈ അച്ഛൻ തൊട്ടാ സ്റ്റാർട്ട് ആകും. അയ്യോ ഒരാളിറങ്ങാറുണ്ട്, അയ്യോ ആളിറങ്ങാറുണ്ട്, വഴിയിൽ ആള് മാറാൻ. അയ്യോ പോയി ഭാരത്തോട്ട് പോയി, അയ്യോ പാലം മാറ്റിക്കോ, പാലം മാറ്റി. അയ്യോ ഞാൻ പോയി, എന്നാ പോ, അയ്യോ എന്നോ വണ്ടി പോയി, അയ്യോ വണ്ടി പോയേ, അയ്യോ വേഗം പോയേ. അയ്യോ എന്റെ അമ്മോ, എന്നാലും ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചല്ലോ, സന്തോഷം. അമ്മയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, എന്റെ കൂട്ടുകാരാണെങ്കിൽ പോട്ടെ, ഇത് വാസന്തയുടെ കൂട്ടുകാരും ഭർത്താവുമാണ്. അവരെ വേണ്ടവരെ സൽക്കരിച്ചില്ലെങ്കിൽ ആർക്കാ അതിന്റെ അവമാനം? ഇറച്ചിയും മീനും ഒക്കെ ഇന്നലെ തന്നെ വാങ്ങി വെച്ചതാണ്. അതെല്ലാം ഫ്രിഡ്ജിനകത്ത് അതുപോലെ തന്നെ ഇരിക്കുന്നു. മോളെ, ഞാനതെല്ലാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അതിനിടയിലാണ് എനിക്ക് ശ്വാസം മുട്ടൽ വന്നത്. അമ്മയ്ക്ക് ആസ്മയുടെ അസുഖം ഉണ്ടെന്ന് നോക്കും അറിയാവുന്നതല്ലേ. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് കിടന്നു. ഇല്ലെങ്കിൽ അടുക്കളയിൽ വീണു പോവായിരുന്നു. എന്റെ കൂട്ടുകാരിയും ഭർത്താവിനെയും ക്ഷണിക്കാൻ പോകുന്നു പറഞ്ഞപ്പോഴേ എതിര് പറഞ്ഞതാ. പറഞ്ഞോ അമ്മ, പറഞ്ഞോ? കൈ മാറ്റടാ. ഞാൻ എതിര് പറഞ്ഞൊന്നുമല്ല. വീട്ടുജോലിക്ക് ആളില്ലാത്തപ്പോ കൂട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തിയ ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് പറഞ്ഞതാ. വീട്ടുജോലിക്കാരി ആരാ പറഞ്ഞു വിട്ടത്? വാസന്തയാണോ? അവിടെ തന്നെയാ പറഞ്ഞു വിട്ടത്. അച്ഛൻ എന്ത് കഴിച്ചു? വെറുതെ അച്ഛനെ കുറ്റപ്പെടുത്തുന്നതിന് നിങ്ങളോടൊക്കെ എന്താ പറയേണ്ടത്? വാസന്തിയുടെ അച്ഛൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ വീട്ടിൽ നിൽക്കാൻ ജോലിക്കാരികളെ കിട്ടില്ല. അമ്മ വെറുതെ അനാവശ്യം പറയരുത്. വാസന്തയെ വളർത്തി പഠിപ്പിച്ച് അവളെ എനിക്ക് വിവാഹം കഴിച്ചെന്ന് വാസന്തയുടെ അച്ഛനെ കുറിച്ചാണ് അമ്മ ഇത് പറയുന്നത്. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ വേണ്ടാതിന് കാണിച്ചാ പറയാതിരിക്കാൻ ഒക്കുവോ? ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. എന്റെ അച്ഛനും സഹോദരനും ഇവിടെ താമസിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. അത് തന്നെ കാര്യം. എനിക്കും ഇഷ്ടമല്ലേ വാസന്തി? ആർക്കും എന്ന് പറഞ്ഞതേ എന്നെ ഉദ്ദേശിച്ചാ. നീ വിഷമിക്കണ്ട. വെറുതെ എന്റെ അച്ഛനെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു. ഭാര്യമാർക്ക് എപ്പോഴും അവരുടെ വീട്ടുകാരെല്ലാം നല്ലവരും ഭർത്താവിന്റെ വീട്ടുകാരെല്ലാം കൊള്ളരുതാത്തവരുമാണ്. പണ്ടേ അങ്ങനെയാ. അതുകൊണ്ട് ഞാനിനിയൊന്നും പറയുന്നില്ല. എന്തിനാ ഇനിയും പറയുന്നത്? പറഞ്ഞിടത്തോളം ഭംഗിയായി, വളരെ ഭംഗിയായി. ഞാൻ എപ്പോ ഇവിടെ വന്നാലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കുമല്ലോ. ഇന്നെന്താ പ്രശ്നം? ഓ, ഒരു പ്രശ്നവും ഇല്ല. കന്യാകുമാരി പോകുന്ന കാര്യം എന്തായി? അതിനുവേണ്ടി ചേച്ചിയെ വിളിക്കാനല്ലേ ഞാൻ വന്നത്. കന്യാകുമാരില്ലോ? ആര് പോകുന്നു? ഞാനും എന്റെ ഇളയ മകനും അവന്റെ ഭാര്യയും ഈ ഇരിക്കുന്ന ചേച്ചിയും കൂടി പോകുന്നു. അമ്മ എന്തിനാ പോകുന്നത്? എന്തിനാണെന്നോ? ഇനിയും നിന്റെ അച്ഛന്റെ ചിതാഭസ്മം കാത്തു വെച്ചോണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. അതിപ്പോ ചിതാഭസ്മം കന്യാകുമാരിലെ കടലിൽ തന്നെ കൊണ്ടുവന്നിടണമെന്നുണ്ടോ? ഇവിടെയും കടലില്ലേ? അത് ശരിയാ ചേച്ചി, വെറും ഭസ്മല്ലേ, ആളല്ലല്ലോ. എന്റെ ഭർത്താവിന്റെ ചിതാഭസ്മം ഉണ്ടടി. എന്ന് വെച്ചാ ഇവന്റെ തന്തയുടെ. അത് അവനും കൂടി തോന്നണ്ടേ? ആർക്ക് തോന്നിയാലും ഇല്ലെങ്കിലും കന്യാകുമാരി കൊണ്ടുപോയി സമർപ്പിക്കണം എന്നുള്ളത് എന്റെ പ്രാർത്ഥനയാ. ഓ, അതിലൊന്നും ഒരർത്ഥവുമില്ല. ദേ, അതാണ് അതിന്റെ ശരി. അവളോട് പടി, റിസപ്ഷനിസ്റ്റിനോട് പടി. അങ്ങോട്ട് ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങോട്ട് ഞാനും ഒന്നും പറഞ്ഞില്ലല്ലോ. അമ്മ കൂടെ കന്യാകുമാരിക്ക് പോയാ ഇവിടെ പിന്നാരാ? ഇവിടെ നീയും നിന്റെ ഭാര്യയും വേറെ ചിലരും ഒക്കെ ഇല്ലേ? എന്ന് പറഞ്ഞ വാസന്തിക്ക് ജോലിക്ക് പോകണ്ടേ? ലീവ് എടുക്കണേ. എനിക്ക് ലീവ് എടുക്കാനൊന്നും പറ്റില്ല. ലീവ് തരില്ല. തരില്ലെങ്കിൽ എടുക്കണ്ട. പക്ഷേ ഞാൻ എന്റെ ചേച്ചിയെ കൊണ്ടുപോകും. കൊണ്ടുപോകണമെന്ന് ചെറിയമ്മയ്ക്ക് ഇത്ര വാശി എന്താ? ഇവിടെ ആണെങ്കിൽ വീട്ടുജോലിക്കാരി പോലും ഇല്ല. അപ്പൊ നീ എന്റെ ചേച്ചി അവിടെ വീട്ടു ജോലിക്ക് നിർത്തിയിരിക്കാണ് അല്ലേടാ എരപ്പാളി? ദേ, എരപ്പാളി എന്നൊക്കെ സ്വന്തം മക്കളുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി. എനിക്ക് മക്കളുണ്ടടി, പക്ഷെ ഇതുവരെ അവരങ്ങനെ വിളിക്കേണ്ടി വന്നിട്ടില്ല. കാരണം എരപ്പാളിത്തരം അവർ കാണിക്കയില്ല, പറയേയില്ല. വാസന്തി ഒന്നും പറയണ്ട, ചെറിയമ്മയ്ക്ക് ഭർത്താവൻ പറയാൻ അറിഞ്ഞൂടാ. എടാ മോനെ, നിന്റെ പേരെന്തോന്നാ? എന്റെ പേര് ചെറിയമ്മയ്ക്ക് അറിയില്ലേ? സേതുമാധവൻ. അല്ലടാ, നിന്റെ പേര് നിനക്കറിയില്ല. പെൺകോന്നല്ലെന്നാ നിന്റെ പേര്. ഈ സ്ത്രീക്ക് എന്താ ഭ്രാന്താണോ? എടി പെണ്ണേ, ഞാനും ചേച്ചിയും ഒരു വയറ്റിൽ ജനിച്ചവരാണെങ്കിലും എന്റെ സ്വഭാവം ഇച്ചിരി പെശക. ചേച്ചിയോട് പറയുന്നത് പോലെ എന്നോട് പറഞ്ഞാലുണ്ടല്ലോ. ആയിരിക്കട്ടെ, അമ്മ ചെറിയമ്മയോട് ഒന്നിച്ച് പോവുമോ? ഈ കാര്യത്തിനായതുകൊണ്ട് പോകാതെ നിവൃത്തിയില്ല. പക്ഷെ യാത്ര ചെലവ് തരാൻ എന്റെ ഇപ്പൊ രൂപയൊന്നുമില്ല. അയ്യോടാ കൊച്ചുമാധവാ, എന്റെ മക്കളെ എഞ്ചിനീയർമാരൊന്നും അല്ലെങ്കിലും
അവര് ജോലി ചെയ്ത കാശ് എന്റെ കയ്യിലുണ്ട്. എന്റെ ചേച്ചിയെ ഞാൻ കൊണ്ടുപോകും. അവന്റെ ഒരു എഞ്ചിനീയർ. എടാ, സ്വന്തം അമ്മയുടെ മനസ്സിന്റെ മാർദ്ദം എന്നൊന്നും അറിയാത്ത നീ എങ്ങനെയാണ് ഈ കല്ലിന്റെയും ഇരുമ്പിന്റെയും ഒക്കെ കടുപ്പ് അറിയുന്നത്? ഏത് കോമ്പനാണ് എനിക്ക് ജോലി ചെയ്യുന്നത്? ആ ചേച്ചി പോകാനൊരുങ്ങ്. ഒരു കാര്യം, ഇന്നത്തെ ചുറ്റുപാടിൽ ഇവിടുന്ന് പോവുകയാണെങ്കിൽ പിന്നെ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരരുത്. അതെ, ഞങ്ങൾ ഇവിടെ എങ്ങനെയും കഴിഞ്ഞോളാം. തിരിച്ചിങ്ങോട്ട് വന്നേക്കരുത്. അയ്യോ എന്റെ ചേച്ചി, ചേച്ചിയുടെ ഈ കൈ എന്തിനാ? വയറ്റിലിട്ടൊന്ന് നടക്കുകയും പ്രസവിച്ച് വളർത്തുകയും ചെയ്താൽ മാത്രം പോരാ. കൊരണക്കുറ്റിക്ക് അടിക്കേണ്ട സമയത്ത് ചൂടോടെ അടിച്ചിരിക്കണം. ഇല്ലടാ, വീട്ടു ജോലിക്ക് വേണ്ടി ഇനി എന്റെ ചേച്ചി ഞാൻ ഇങ്ങോട്ട് അയക്കില്ല. ചേച്ചി എന്നോടൊന്നിച്ച് ജീവിക്കും. വരൂ ചേച്ചി, എഴുന്നേക്കൂ, വരൂ. ഞാനിതൊക്കെ ഒന്ന് മാറി ഉടുത്തിട്ട് വരാൻ സുമിത്രേ. വേണ്ട, ഇതൊക്കെ മതി. മാറി ഉടുക്കാനുള്ളത് എന്റെ വീട്ടിലുണ്ട്. എന്റെ വസ്ത്രങ്ങളൊക്കെ ചേച്ചിക്കും ചേരും. വരൂ. ഓൻ നശിച്ച സ്ത്രീയാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പൊ ഒന്നും പറയല്ലേ വാസന്തി, എനിക്ക് ആ കൂടെ തിളച്ചു വരുന്നുണ്ട്. പാവം മുത്തശ്ശിക്ക് ഡാഡി കാശ് ഒന്നും കൊടുത്തില്ലല്ലോ. നമുക്ക് നിക്ഷേപ കുടുക്ക പൊട്ടിച്ച് അതിലുള്ള കാശ് മുത്തശ്ശിക്ക് കൊണ്ടുപോയി കൊടുക്കാം. കൊടുക്കാം, വാ. മറ്റേതും പൊട്ടിക്ക്. ഇത് പൊട്ടിക്കണ്ടോ? മുത്തശ്ശി, എന്താ എന്താ മകളെ? മുത്തശ്ശി എന്താ ഞങ്ങളോട് പറയാതെ പോന്നത്? അത് അത് അച്ഛനും അമ്മയും മുത്തശ്ശി വഴക്കു പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ടു. ഇന്നാ മുത്തശ്ശി എന്താ ഇത്? രൂപ. എന്തിനാ മക്കളെ ഇത്? അച്ഛൻ രൂപ തന്നില്ലല്ലോ. മുത്തശ്ശിക്ക് കന്യാകുമാരി പോണ്ടേ? എവിടുന്നാ ഈ രൂപ? ഞങ്ങളുടെ നിക്ഷേപ കുടിക്കാൻ എടുത്തതാ. ഇത് മക്കള് കൊണ്ടിന്ന് നിക്ഷേപ കുടുക്ക തന്നെ ഇട്ടേക്ക്. മുത്തശ്ശിക്ക് പോകാൻ വേറെ രൂപയുണ്ട്. നിക്ഷേപ കുടുക്ക ഞങ്ങൾ പൊട്ടിച്ചു കളഞ്ഞല്ലോ. അങ്ങനെ രൂപ എടുത്തത്. വാങ്ങിക്കോ മുത്തശ്ശി. മുത്തശ്ശി മേടിക്ക്. ആ രൂപ വാങ്ങിക്കണം ചേച്ചി. സ്വന്തം അമ്മയുടെ ശാപം അവരുടെ അച്ഛന് കിട്ടാതിരിക്കട്ടെ. വാങ്ങിച്ചോളൂ ചേച്ചി. എന്റെ മക്കളെ, ഇതിനിടയ്ക്ക് പിള്ളേരവിടെ പോയി? നാശമായല്ലോ. ആ എനിക്കങ്ങനെ അറിയാം. ഇവിടെ ഉണ്ടായിരുന്നു. അപ്പുറത്തെങ്ങനെ കളിക്കാൻ പോയതായിരിക്കും. ആ വരുന്നുണ്ടല്ലോ. ഡാ, ഇവിടെ വാ. എവിടെ പോടാ? എവിടെ പോയിരുന്നാ ചോദിച്ചത്? ഞങ്ങൾ മുത്തശ്ശിക്ക് രൂപ കൊടുക്കാൻ പോയതാ. മുത്തശ്ശിക്ക് രൂപ കൊടുക്കാനോ? എന്തിന്? ഒന്നും കൊടുക്കാതില്ലേ മുത്തശ്ശി പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് ഞങ്ങൾ നിക്ഷേപ കുടുക്ക പൊട്ടിച്ച് അതിലുണ്ടായിരുന്ന രൂപ എല്ലാം എടുത്തു കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് വാങ്ങിച്ചോ? വാങ്ങിച്ചു. അവരിപ്പോ എവിടെയുണ്ട്? ബസ്സിനകത്ത് നിപ്പുണ്ട്. ആ, നിങ്ങളകത്ത് പോ. കുട്ടികൾ നമ്മളെ തോപ്പിച്ചു കളഞ്ഞല്ലോ വാസന്തി. ഓ, കുട്ടികളും കൊള്ളാം, വലിയവരും കൊള്ളാം. നമ്മൾ ചെയ്ത് ഒട്ടും ശരിയായില്ല. എന്തെങ്കിലും കൊടുത്തയക്കേണ്ടതായിരുന്നു അല്ലേ? എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? അത്ര വലിയ ദണ്ണമായി പോയെങ്കിൽ കൊണ്ട് കൊടുക്ക്. വടക്കോട്ടേക്ക് ബസ് വല്ലതും പോയോ? പോയല്ലോ. എന്താ സാറേ? എന്റെ അമ്മ അവരും മറ്റോ സ്ത്രീയും കൂടി ആ വണ്ടി കയറി പോകുന്നുണ്ടല്ലോ. ഓഹോ.
ആരെയാ? എന്ത് വേണം? അയാളെവിടെ? അയാളെ ഇപ്പൊ ഞങ്ങൾക്ക് വേണം. അയാളോ? അതെ, അയാള് തന്നെ. അയാളെ കൂടെ ഞങ്ങൾ പോകൂ. ആരെയാ നിങ്ങൾക്ക് വേണ്ടത്? അയാളല്ലേ ആ മറ്റിടത്ത് ഗോവിന്ദൻ? മറ്റിടത്ത് ഗോവിന്ദൻ ആശാനെ, ഭജന ഗോവിന്ദൻ. അയാളെ പുറത്തേക്ക് ഇറക്കി വിടുന്നോ അതോ? ഞങ്ങളെ അകത്തേക്ക് ചേർത്ത് വിടുന്നോ? ഇപ്പോഴറിയണം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്ക് രൂപ വേണം. 250 രൂപ. 250. എന്തിന്? ഞാൻ അന്തസ്സായിട്ടൊരു ചീട്ടളി ക്ലബ്ബ് നടത്തുന്നവനാണ്. അന്തസ്സുള്ളവർ മാത്രമേ വന്ന് കളിക്കാറുള്ളൂ. നിങ്ങളുടെ അച്ഛനോട് വന്ന് കളിച്ച് തോറ്റു. കൈ കാശില്ല. അവസാനം ഞങ്ങളുടെ ജാമ്യത്തിലാണ് പോകുന്നത്. എന്നിട്ട് ഇപ്പോൾ അങ്ങോട്ട് കിടക്കത്തുമില്ല, പൈസ കൊടുക്കത്തുമില്ല. ഇന്ന് പൈസ മേടിച്ചിട്ടേ ഞങ്ങൾ പോകൂ. കേരട്ടെ ആശാനെ. ഇവിടെ വാടാ. ആർക്കാടാ രൂപ വേണ്ടത്? ധൈര്യമുള്ളത് മുന്നോട്ട് വാടാ. മര്യാദയ്ക്ക് രൂപ തരുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇവിടെ ചോര പ്രണയമായിരിക്കും. കളിച്ചു തൊട്ട് രൂപയാണ് ചോദിച്ചത്. തരാത്ത മടി എന്താ? തരാൻ മനസ്സിലടാ. നിനക്ക് മേടിക്കാവോ? മേടിക്കും. അച്ഛൻ കളിച്ചു തോറ്റോ? തോറ്റു. ഇവര് ജാമ്യം നിന്നോ? നിന്നു. രൂപ കൊടുത്തോ? ഇല്ല. ഇനി കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ഇല്ല. 250 രൂപയല്ലേ, ഞാൻ തരാം. വേണ്ട മോളെ, ഇത് ചീട്ടുകളിയാണ്. ചിലപ്പോ തോക്കും, ചിലപ്പോ ജയിക്കും. അത് വീട്ടിൽ കയറി ഒന്ന് കത്തി കാണിക്കുന്നത് എവിടുത്തെ മര്യാദയാ? കത്തി കാണിക്കുക മാത്രമല്ല, ചിലപ്പോ ചങ്കിന് കയറ്റി തരുകയും ചെയ്യും. നിങ്ങൾ തമ്മിൽ ഇനി സംസാരിക്കണ്ട. രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ? എന്റെ മോൾ ഇവിടെ ഉണ്ടായിരുന്നത് നിന്റെ ഒക്കെ ഭാഗ്യമാ. അത് ശരിയാ. ഇല്ലെങ്കിൽ ശവം നോക്കേണ്ടി വരും. ആരുടെ? നിന്റെ. അയ്യോ, ഇതാ അങ്ങോട്ട് കൊടുത്തേക്ക്. അത് വേണ്ട. കൊടുക്കാനുള്ളവർക്ക് ഞാൻ കൊടുത്തോളാം. നീ വാടാ. വേണ്ട, അച്ഛൻ എന്തിനു വെളിയിലേക്കൊന്നും പോകണ്ട. ഒന്ന് ചുമ്മാതിരി മോളെ. എന്റെ അച്ഛൻ ഒറ്റ കുത്തിന് 4 ആളെ കൊന്നിട്ടുള്ളവനാ. ഇവന്മാരെന്നെ എന്തോ ചെയ്യാനാ? വേണമെങ്കി വാടാ. ഓ, രക്ഷപ്പെട്ടു. എന്റെ ഓഹരി ഇങ്ങോട്ട് തന്നേക്ക്, ഞാൻ പോയിക്കോളാം. ഒരു 10 രൂപ കൊടുത്തരെ. 10 രൂപയോ? അന്നേരം ഒച്ചയും പോലെ ഉണ്ടെങ്കിൽ തരണല്ലോ 100 രൂപ. ആ 15 കൂടെ. എനിക്കൊരു 150. അപ്പൊ എനിക്കോ? എന്റെ മോളുടെ പെട്ടിയിലിരുന്ന രൂപയല്ലേ? പക്ഷെ അത് പുറത്തിറക്കിയ ഞങ്ങളല്ലേ? അല്ലേ? ആ, ഒരു കാര്യം ചെയ്യാം. കണക്കെല്ലാം നമുക്ക് ക്ലബ്ബിൽ പോയിരുന്നു പറയാം. ആ കാര്യം കൈയ്യെടു. കൈയെടുക്കുന്ന ചുമ്മാ വാ ശനെ പറയാം. അച്ഛനെ ദേ വരുന്നു. അയ്യോ, നമ്മുടെ മത്തങ്ങാ മാധവിയല്ലേ? എമ്മാരത്തിനും പറയുന്നു. എന്താ അത് മത്തങ്ങാ മാധവി അല്ലേ? അയ്യോ, പിന്നെ അത് തന്നെ പറയാതെ. ആശാന്റെ സ്വന്തം സഹോദരിയാ മത്തങ്ങ. അയ്യോ, മത്തങ്ങ നിങ്ങളുടെ സഹോദരിയാണെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. എന്റെ പേര് സത്യം. വാ. ഹോ, ചേട്ടാ, ചേട്ടാ. ആ നിങ്ങള് ക്ലബിലേക്ക് പോയിക്കോ, ഞാൻ വന്നേക്കാം. അപ്പോഴേ രൂപ നിന്റെ കയ്യിലാ. മാധവനെ വിളിച്ചായിരുന്നു. തലയും കുനിച്ച് പോയാ പിന്നെ വിളിക്കാതിരിക്കാൻ ഒക്കുവോ? ചേട്ടൻ എന്താ ഇപ്പൊ വീട്ടിലോട്ട് വരാത്തത്? ക്ലബിൽ നിന്ന് പോയ സമയം കിട്ടണ്ടടി. അവിടെ ഭയങ്കര തിരക്കല്ലേ. ഓ, ചേട്ടന്റെ ഒരു തിരക്ക്. ഈ കയ്യിൽ എന്തോന്ന്? അയ്യോ മാധവ, ഇത് വേറൊരാളുടെ രൂപ. ആരുടെ രൂപയാലും എന്താ ചേട്ടാ, ഞാനല്ലേ എടുക്കുന്നത്? എന്ന് പറഞ്ഞാൽ വേറെ ആവശ്യമുണ്ടെന്ന്. പെണ്ണിന് ഫീസ് കൊടുക്കാനാ ചേട്ടാ. ആ എന്നാ എടുത്തു. അവിടെ നല്ലപോലെ പഠിക്കാൻ പറഞ്ഞടി. കുടുംബത്തിൽ നിന്ന് ഒരുത്തിയെങ്കിലും കണ്ണു തെളിഞ്ഞ് വരട്ടെ. മമ്മി വിശക്കുന്നു. മമ്മി, ഡാഡി ഞങ്ങൾക്ക് വിശക്കുന്നു. ഇവരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും വാസന്തി. അത് സേതൂട്ടിനായിക്കൂടെ? ഞാൻ തന്നെ പറയണോ? ആ, മക്കളകത്ത് വരുന്നു. അച്ഛൻ പോയി എന്തെങ്കിലും മാറ്റോണ്ടിരാ. ചെല്ലേ. ഒന്ന് പിടിച്ചോനെ, ഒന്ന് പിടിച്ചു, മുറുകെ പിടിച്ചോ. കഷ്ടപ്പെട്ടു. പെടലി ചൊടിഞ്ഞു പോയി. ഒരു രക്ഷ പിടിച്ചുകൊണ്ട് പോരാമെന്ന് ഞാൻ പറഞ്ഞതാ, കേൾക്കണ്ടേ? ഈ ഇരുട്ടത്ത് എന്നെ എവിടെയെങ്കിലും തള്ളിയിട്ട് കൊല്ലണം നിനക്ക് വലിയ വാശിയാണല്ലടാ. അതിരിക്കട്ടെ, ഇത്രയേറെ പാത്രങ്ങൾ എന്തിന്? 2 ദിവസത്തേക്കുള്ള ചാപ്പാട് ഒന്നിച്ച് വാങ്ങിച്ചോണ്ടെങ്കിൽ പോകുന്നു. ഇല്ലെങ്കിൽ നാളെ ഞങ്ങൾ തന്നെ പോകണ്ടേ? അയ്യേ, അപ്പൊ വലിച്ചു പോയില്ലേ അച്ഛാ? എന്തിനെ വെള്ളത്തിലിട്ട് വെച്ചേക്കണം? പണ്ടെന്റെ അമ്മ ഒരാഴ്ചത്തേക്കുള്ള ചോറ് ഒന്നിച്ച് വെച്ച് വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു. പിന്നെ വലിയ വലിപ്പ് തോന്നുകയാണെങ്കിൽ ഒരു കാന്താരി വളം ഞെരടിയേക്കണം. ആ ശരി ശരി, ഇതൊക്കെ ഒന്ന് ഡൈനിങ് ഹാളിലേക്ക് എടുക്കണമല്ലോ. അത് വേണോ? ഇവിടെ തന്നെ അങ്ങ് ഇരുന്ന് ഇവിടെ കഴിച്ചാൽ ഇരുന്ന് പോലെ. കഴിക്കാനോ? അപ്പൊ ഇനി ഇത് ഇവിടെ നിന്നും വെക്കണോ? പൊക്കടാ മോനെ, ഇത് നമ്മുടെ വിധിയാടാ.
എല്ലാരും കൂടെ എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? എടുത്ത് കഴിച്ചൂടെ? കൈയിട്ട് വാരി തിന്നാനൊക്കുവോ? ഒന്ന് വിളമ്പിത്താ ചേച്ചി. ഇതൊക്കെ ഒന്ന് കോരി ഇലയിലിരുന്ന എങ്ങനെയാ? തവിയും സ്പൂണൊക്കെ അടുക്കളയിൽ ഇരിപ്പുണ്ട് മമ്മി. ഞാൻ എടുത്തോണ്ട് വരാം. ഞാനും വരാം. ഇങ്ങനെ കുഴയുമല്ലോ. ആ അനുഭവിക്ക്. അപ്പോഴേ എന്നും ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് വരുത്തി കഴിക്കാമെന്നാണോ വിചാരം? ഇങ്ങനെയായാൽ നമ്മുടെ രണ്ടുപേരുടെ ശമ്പളം 15 ദിവസത്തേക്ക് തികയില്ല. എനിക്ക് അടുക്കള ജോലി ചെയ്ത് ശീലമൊന്നുമില്ല. ശീലമില്ലെങ്കിൽ ശീലിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ എനിക്ക് ജോലിക്ക് പോണ്ടേ? ജോലിക്ക് പോകുന്നവരാരും അടുക്കളപ്പണി ചെയ്യുന്നില്ലേ? അവരവർക്ക് ആവശ്യമുള്ളത് പാചകം ചെയ്തിട്ട് ജോലിക്ക് പോകും. അങ്ങനെയൊക്കെയാണ് പതിവ്. വീട്ടു ജോലിക്ക് ആളെ കിട്ടുന്നില്ലെന്ന് വിചാരിച്ച് പട്ടിണി കിടക്കാൻ പറ്റുമോ? ഇതൊരു നാശമായിപ്പോയി. അങ്ങനെയൊന്നും പറയരുത് വാസന്തി. എത്ര പഠിച്ചവരായാലും വലിയവരായാലും സ്ത്രീയാണോ പാചകം കൂടി അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള ചില സന്ദർഭങ്ങളിൽ ശ്വാസം മുട്ടിപ്പോകും. ഇതെന്താ അറിയാത്തത്? അമ്മ അമക്കി അരക്ക്, അല്ലാതെ അങ്ങനെ അറിയുന്നത്. എനിക്ക് വയ്യ, എന്റെ കൈയെല്ലാം ഊത്തലെടുക്കുന്നു. ആ അതിന് വഴിയുണ്ട്. ഇത്തിരി വെളിച്ചെണ്ണ വിട്ട് ചൂടാക്കിയാൽ ഊത്തല് മാറും. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഒരു അമ്മ എന്റെ കൈ ഒന്ന് ഊതിത്താ. ഉം. എന്താണ് കാഴ്ച കണ്ടോണ്ടിരിക്കുന്നത്? പോടെ അപ്പുറത്ത്. ആ ഊതിയതൊക്കെ മതി. ഇങ്ങോട്ട് അരയ്ക്ക. ഇതെന്തോ അറിയാം മോളെ? അത് ക്യാബേജാ. ആഹാ, കണ്ടിട്ട് കോഴിത്തീട്ടം പോലെ ഇരിക്കുന്നല്ലോ. അയ്യേ. ചേച്ചി ഞാൻ എഴുന്നേറ്റോട്ടെ? എന്താടാ മോനെ? എനിക്ക് വയറ്റിന് വല്ല സുഖമില്ല. ഓ, ഇന്ന് ഏകാദശിയല്ലേ? ഞാൻ ആ കാര്യം മറന്നുപോയി. എനിക്ക് നോമ്പാ. ഷോ എന്റെ മമ്മി, ഇത് എങ്ങനെ കഴിക്കും? ഉപ്പും ഇല്ല മുളകും ഇല്ല. ഇത് എനിക്ക് വേണ്ട. മമ്മി, എനിക്ക് ഛർദിക്കാൻ വരുന്നു. വേണമെങ്കിൽ എണീറ്റ് പോ അവിടുന്ന്. ശവങ്ങള്. വാസന്തി ഇരിക്കെ. എന്തിനാ? ഇതൊന്ന് കഴിച്ചു നോക്കിയാലല്ലേ എല്ലാരും എന്താ എഴുന്നേറ്റ് പോയെന്ന് മനസ്സിലാവൂ. ഇരിക്കെ. എനിക്ക് വേണ്ട. ഇരിക്കാനല്ലേ പറഞ്ഞത്? വേണമെന്നല്ലേ പറഞ്ഞത്? വാസന്തി നീ ഇത് കണ്ടോ? ഇതിനൊരൊറ്റ മരുന്നേ ഉള്ളൂ. കാരണക്കുറ്റിക്കൊരടി. അടിച്ചോളൂ, അടിച്ചു കൊന്നോളൂ. എനിക്ക് പാചകം ചെയ്യാൻ അറിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. അറിയില്ലെങ്കിൽ പഠിക്കുന്ന പടി. അതിന് പകരം പാത്രങ്ങൾ വലിച്ചെറിയുന്നതേ തെമ്മാടത്തരാ. എന്ത് പറഞ്ഞാലും കൊള്ളാം. പാചകം ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ആവശ്യമുണ്ടടി. ഒരു വീട്ടിൽ ഭാര്യയായിട്ടും അമ്മയായിട്ടും ജീവിക്കണമെങ്കിൽ അവൾ പാചകം കൂടെ പഠിച്ചിരിക്കണം. അതിനെ എന്റെ മോളെ കിട്ടില്ല. പാചകം ചെയ്യാനേ വീട്ടു ജോലിക്കാരെ നിർത്തണം. വീട്ടു ജോലിക്കാരെ നിർത്താൻ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. ആര്? ഞാനോ? എന്താ സംശയം? നിങ്ങൾ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം വീട്ടു ജോലിക്ക് ആളെ കിട്ടില്ല. നീ കേട്ടോളി മോളെ, നിന്റെ ഭർത്താവ് പറഞ്ഞു, നീ കേട്ടോ? അപ്പോ അമ്മ പറഞ്ഞത് എന്റെ മകനും പറയാണ് അല്ലേ? വിവരദോഷം പറയാതെ കഴുതേ. അച്ഛനെ അല്ല മകളെയാ. കാര്യങ്ങളൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ. പിന്നെന്തിനാ അമ്മയും മോനെ കുറ്റം പറയുന്നത്? ചുരുക്കി പറയാ ഞാൻ ഇവിടെ നിന്ന് പോണം. അല്ലടി മോളെ? ആരും പോവൊന്നും വേണ്ട. മോള് പാചകം ചെയ്യാൻ പഠിച്ചാൽ മതി. എനിക്ക് മനസ്സില്ല. മനസ്സുണ്ടാവും. നീ പാചകം ചെയ്യാനും പഠിക്കും. ആദ്യം ആ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യേ. അത് കഴിഞ്ഞിട്ട് ഈ ഷർട്ട് കഴി തന്നാ മതി. അടിക്കല്ലേ? ചെല്ലു മോളെ, ചെല്ല് ചെല്ല്. ഇവൻ ആള് റൗഡിയാണെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. ചെല്ലു മോളെ, നീ ആ മേശപ്പുറമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒന്ന് ശരി. വാ, അച്ഛനെ സഹായിക്കാം. വാ 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 മോളെ. ഞാൻ അവിടെ വന്ന് വഴക്കുണ്ടാക്കി ചേച്ചിയും വിളിച്ചോണ്ട് പോന്നതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഇത് നടന്നു. നേരാ. ഇല്ലെങ്കിൽ ഇത് നടക്കില്ല സുമിത്രേ. അത് അവിടെ തന്നെ ഇരിക്കും. എന്റെ കാലം കഴിഞ്ഞ് ആരാ ഇത് ചെയ്യാൻ? കടലിലെ വെള്ളവും പൈപ്പിലെ വെള്ളവും ഒന്നല്ലേന്ന് ചോദിച്ചോണ്ട് അവൾ അതെടുത്ത് കക്കൂസിലിട്ടേനെ. സേതുവിന് എവിടുന്ന് കിട്ടി ഈ ചരക്കിനെ? ഓരോരുത്തർക്കും ദൈവം ഓരോന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതനുഭവിച്ചു തന്നെ തീരണം. അവിടെ ഇപ്പൊ എന്തായോ എന്തോ. എന്ത് വേണോ ആയിക്കോട്ടെ,
അവിടുത്തെ കാര്യം അങ്ങ് മറന്നേക്ക് ചേച്ചി. അങ്ങനെ മറക്കാൻ ഒക്കുവോ സുമിത്രേ? എന്റെ മകൻ അവിടെയില്ലേ? അവന്റെ 2 മക്കളും ഇല്ലേ? ഈ വിചാരം അവർക്കും വേണ്ടേ ചേച്ചി? അമ്മമാര് മാത്രം ഇങ്ങനെ വയറ് നിറച്ച് സ്നേഹമായിട്ട് നടന്ന് തട്ടുമേടിക്കേണ്ട ഒരു കാര്യമില്ല. സേതുവും മക്കളും കൂടി എന്ന് വന്ന് ചേച്ചി വിളിക്കുന്നു, അന്നല്ലാതെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ചേച്ചി അയക്കില്ല. ആ, കഴിക്കണം. മോളെ, ഞാൻ പോകുന്നു. വാസന്തി അവിടെ നിൽക്ക്. നിൽക്കാൻ എനിക്ക് സമയമില്ല. സമയം ഉണ്ടാവണം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വൈകിട്ട് ഞാൻ വരുമ്പോ പറഞ്ഞ പോരെ? പോരാ, അവിടെ നിൽക്ക്. മകൾ കഴിച്ചോളൂ. വാസന്തി ജോലിക്ക് പോയാൽ ഇവിടെ ആരാ? ഇവിടെ നിങ്ങളില്ലേ? ഇന്നുകൊണ്ട് എന്റെ ലീവ് കഴിയും. നാളെ മുതൽ എനിക്ക് ഓഫീസിൽ പോകണം. അപ്പോഴോ? അപ്പോഴെന്താ? നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോകും, ഞാൻ എന്റെ ജോലിക്ക് പോകും. നമ്മുടെ കുഞ്ഞുങ്ങളോ? അവരുടെ കാര്യത്തിൽ എനിക്ക് മാത്രമല്ലല്ലോ ബാധ്യത. ശരി, വാസന്തിയുടെ അച്ഛനും സഹോദരനും ഇവിടെ ഉണ്ടല്ലോ. അവരുടെ കാര്യത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. അവര് ഹോട്ടലിൽ നിന്ന് കഴിച്ചോളൂ. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു വീടെന്തിന്? അതെ, സ്വയം തീരുമാനിച്ചാ മതി. വാടക വീടല്ലേ, വേണ്ടെങ്കിൽ വിട്ടുകളയൂ, ഇല്ലെങ്കിൽ അടച്ചിടണം. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. വാസന്തി കുറച്ചാൾ ലീവ് എടുത്താൽ മാത്രം മതി. ഞാൻ ലീവ് എടുക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. എനിക്ക് വീട്ടുകാര്യങ്ങളൊന്നും നോക്കാൻ അറിയില്ല. അറിയില്ലെങ്കിൽ പഠിക്കണം. പുരുഷൻ പ്രസവിക്കുന്നില്ല, സ്ത്രീ മാത്രമേ പ്രസവിക്കുന്നുള്ളൂ. അവർക്ക് മാത്രമേ മുലയൂട്ടാനും പറ്റൂ. കുഞ്ഞുങ്ങളെ വളർത്തേണ്ടവളാണ് സ്ത്രീ. അവരെ വളർത്താൻ ഒരു കൂട് വേണം. അതാണ് വീട്. ആ വീടിന്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ അറിയാത്തവൾ പെണ്ണല്ല, അവൾ അമ്മയായിക്കൂടാ. ഓഹോ, ഇത്രയും വലിയ അറിവുകളൊക്കെ മനസ്സിലുണ്ടായിരുന്നോ? ഇതുവരെ ഇതൊക്കെ എവിടെ ഒളിച്ചു വെച്ചിരുന്നു? ഒളിച്ചു വെച്ചിരുന്നതല്ല, അടങ്ങിക്കിടന്നതാണ്. നിന്നോടുള്ള ആരാധന കൂടിയപ്പോ അറിവ് അടങ്ങിപ്പോയടി. ഐ സീ. ആ, അതിതുവരെ മനസ്സിലായിട്ടില്ലേ? ഭാര്യയുടെ അടിമയെ പോലെ നടക്കുന്ന പലരും അറിവ് കുറഞ്ഞു വരുന്നതല്ല, ആരാധന കൂടിപ്പോയവരാണ്. എന്നെ പോലുള്ള ശുദ്ധാത്മാക്കൾ, വിഡ്ഢികൾ. എനിക്കിതൊന്നും കേട്ടേക്കാൻ സമയമില്ല, ഞാൻ പോകുന്നു. ആ, വേഗം പോയി ലീവ് എഴുതി കൊടുത്തിട്ട് പോരെ. ലീവ് എടുക്കില്ലെന്ന് ഞാനല്ലേ പറഞ്ഞത്? ലീവ് എടുക്കണം ഞാനല്ലേ പറഞ്ഞത്? പോയി എഴുതി കൊടുത്തിട്ട് വാ. മക്കള് കാപ്പ് കുടിച്ചു കഴിഞ്ഞോ? കുടിക്കാൻ തോന്നുന്നില്ല ഡാഡി. അതെന്താ? മമ്മിയും ഡാഡിയും എന്തിനാ അങ്ങനെ വഴക്കൂടുന്നത്? മുമ്പൊക്കെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഡാഡി. പോട്ടെ മോളെ, സാരമില്ല, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. വരൂ. നിൽക്കവിടെ. നിങ്ങൾ അപ്പുറത്തേക്ക് പോ. ഞാൻ മുറിയിലിരുന്നെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. സന്തോഷം, കേട്ടല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നായിരിക്കും ചോദ്യം. ഇല്ല, അങ്ങനൊരു ചോദ്യം ഇല്ല. ചോദിക്കേണ്ട കാര്യമില്ല. ഇല്ലേ? അവളെ എന്റെ മകളാ. പക്ഷേ എനിക്ക് കല്യാണം ചെയ്തു തന്നു പോയില്ലേ? കല്യാണത്തിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. മറന്നോ അതൊക്കെ? എന്തൊക്കെയായിരുന്നു വ്യവസ്ഥകൾ? ജോലി കളയരുത്. കളയണമെന്ന് പറഞ്ഞില്ല, ലീവ് എടുക്കാനേ പറഞ്ഞുള്ളൂ. ഹ, ജോലി കളയുന്നതും ജോലിക്ക് പോകാതിരിക്കുന്നതും ഒരുപോലെയാ. അങ്ങനെയാണെങ്കിലേ മോള് 2 പ്രസവിച്ചു, അതും വ്യവസ്ഥയിലുണ്ടായിരുന്നോ? ഈ ചോദ്യം ഞാൻ റൂൾ ഔട്ട് ചെയ്തിരിക്കുന്നു. അത് അങ്ങ് അസംബ്ലി പോയി പറഞ്ഞാൽ മതി. അസംബ്ലിയിലോ? അസംബ്ലിയിൽ പോയി പറയാൻ ഞാനാരാ? താജീദാരോ?